ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കുന്നു. ചെറിയൊരു പുഞ്ചിരിയൊക്കെ മുഖത്ത് നല്ലതാണ്. ചിരിക്കാൻ മറന്നുപോയവരെ പോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കരുത്. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഒരു നിറഞ്ഞ ഹൃദയവും തെളിഞ്ഞ മുഖവും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ നന്മകൾ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിസ്റ്റാണ് ഓർക്കുന്നത്. നന്മകൾ, ആ ജോലി, പ്രൊമോഷൻ, വീട്, കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം, ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നു. ഇതൊക്കെ നമ്മൾ നന്മകൾ, ചോദിച്ചത് ലഭിച്ചത്. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ ചോദിക്കാതെ ലഭിച്ച നന്മകൾ ഞാൻ നിങ്ങൾ ഓർക്കുന്നില്ല. സത്യത്തിൽ ചോദിച്ച് ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ ചോദിക്കാതെ അവൻ ചൊരിഞ്ഞ നന്മകൾ? ഒറ്റ കാരണം കൊണ്ടല്ലേ ഈ വൈകിയ സമയം ഇരിക്കുന്നത്. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ചോദിച്ച് ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മളെ അറിഞ്ഞ് അവൻ നൽകിയ നന്മകൾ. അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിയ സമയം നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയമായി തീരട്ടെ. വിശേഷാൽ എനിക്ക് ഏറ്റവും പ്രിയകരനായ കർത്താവിന്റെ ദാസൻ, പ്രിയപ്പെട്ട സജി പാസ്റ്റർ വർഗീസ് തോമസ് അവർകൾ UK-യിലുള്ള ചച്ചകോടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ സഭയും കർത്താവിന്റെ ദാസനും ഒരു അനുഗ്രഹമാണ്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള പരിചയവും സ്നേഹബന്ധവുമാണ്. പല നിലകളിൽ കർത്താവിന്റെ ദാസനും കുടുംബവുമായി ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വാത്സല്യ ഭവനത്തിന്റെ അംഗമാണ് നാട്ടിൽ പ്രിയപ്പെട്ട സജി പാസ്റ്റർ. അദ്ദേഹത്തിന്റെ മാതൃസഭയിലാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത്. ആ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായ നേതൃത്വം വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത ഒരു ദൈവദാസനാണ് സജി പാസ്റ്റർ വാത്സല്യ പിതാവ്. അതുപോലെ കർത്താവിന്റെ ദാസിയുടെ കുടുംബം, സിബി സിസ്റ്ററിന്റെ കുടുംബം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമാണ്. ദൈവസഭയുടെ ശുശ്രൂഷകനാണ് കർത്താവിന്റെ ദാസിയുടെ സഹോദരൻ. അതുപോലെ സജി പാസ്റ്ററുടെ കുടുംബം, സഹോദരി കുടുംബം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ, ചച്ചകോടിന്റെ ഏഷ്യൻ സൂപ്രണ്ടന്റ് പാസ്റ്റർ CC തോമസ് അവരുടെ കുടുംബം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരം ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇവിടെ ആയിരിക്കുന്ന സഹ ശുശ്രൂഷകന്മാർ, പ്രിയ കർത്താവിന്റെ ദാസൻ സിജോ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരിയൻ, അതുപോലെ ഈ യോഗം ലീഡ് ചെയ്ത പ്രിയ പാസ്റ്റർ റോയിസ്, എൻ്റെ പ്രിയ സഹോദരൻ, പ്രിയ കർത്താവിന്റെ ദാസൻ AB അവറുകൾ, അങ്ങനെ ഈ സഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ജെയിംസ് ചാൻ ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ വന്ദനം. ജെയിംസ് ചാനും എനിക്ക് വളരെ പ്രിയമുള്ള ഒരു ദൈവദാസനാണ്. നാട്ടിൽ സഭയുടെ അംഗമാണ്, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ അംഗമാണ് ആ കുടുംബം. അങ്ങനെ എല്ലാ നിലകളിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനത്തോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി കർത്താവിൽ സന്തോഷിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കർത്താവ് നമുക്ക് നൽകി. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഏറ്റവും ശ്രേഷ്ഠമേറിയ വിധത്തിൽ ആ വർഷിപ്പ് ടീം ഈ വൈകിയ സമയം ഒരു ആരാധനയിലേക്ക് നമ്മളെ നയിക്കത്തക്കവണ്ണം ദൈവം ഉപയോഗിച്ചു. അവരെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. സഭയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിൽ ആയിരിക്കാം. ചേർന്നൊരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അല്പസമയം എല്ലാവരും ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ വല്ലഭത്വത്താൽ അങ്ങയുടെ ജനത്തെ ഈ വൈകിയ സമയം കർത്താവെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തുന്ന ഒരു സമയമാക്കി കർത്താവെ അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം.
ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ വായ്മൊഴിയായി പ്രസ്താവിച്ച ഒരു പ്രസ്താവനയിലേക്കാണ് നമ്മൾ ശ്രദ്ധ സിദ്ധിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ലൂക്ക്, ചാപ്റ്റർ 9 വേഴ്സ് 23. 9-ാം അധ്യായം ലൂക്കോസ് 9-ന്റെ 23-ാമത്തെ വാക്യമാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. And he was saying to them all, if anyone wishes to come after me, he must deny himself and take up his cross daily and follow me. Praise the Lord. എന്നെ ഒരുവൻ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച്, പ്രൈസ് ദി ലോർഡ്, നാൾതോറും എന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, ആ സൃഷ്ടിപ്പിൽ തന്നെ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ഒറ്റയ്ക്ക് ജീവിതം ഒരു മനുഷ്യൻ നയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ അതിന് തെളിവായി നമ്മൾ വായിക്കുന്ന ഒരു വാചകമുണ്ട്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാ നിലകളിലും ഒരു യാത്ര പോകുന്നവരെ നോക്കി യേശു പറഞ്ഞു, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. അതാണ് യേശു പറഞ്ഞത്. വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ഈ രണ്ടായി യേശു അവരെ അയച്ചു. അതിനർത്ഥം എന്താ? ഒരുവനേക്കാൾ ഇരുവൻ ഏറെ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നും മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് ഒരു കൂട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടാണ്. ആ ഒരു ആശയം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെക്കാൾ ശക്തിയും കഴിവും മിടുക്കും ശ്രേഷ്ഠതയും അത്ഭുതം ചെയ്യുവാനും കഴിവുള്ള ഒരുവന്റെ കൂട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ ഒരു കൂട്ടായി ഉണ്ടായിരുന്നത് കൊണ്ടല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവ് ഒരു കൂട്ടായി ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ഇടത്തും വലത്തും ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടായി ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ഇന്ന് രാത്രിയിൽ ഇവിടെ നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്നത് അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കോമിക് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ കോമിക് സ്റ്റോറി ഇങ്ങനെയാണ്: ദ ബിഗ് പാണ്ട ആൻഡ് ലിറ്റിൽ ഡ്രാഗൺ. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ബിഗ് പാണ്ടയും ലിറ്റിൽ ഡ്രാഗണും. ബിഗ് പാണ്ട എന്ന് പറയുന്നത് ഒത്തിരി വെളുത്ത രോമങ്ങളൊക്കെയുള്ള കരടി പോലെ ഇരിക്കുന്ന വലിയൊരു മൃഗം. ലിറ്റിൽ ഡ്രാഗൺ എന്ന് പറയുന്നത് നമ്മുടെ 2 വിരലുകൾ മാത്രം ചേർത്ത് വെച്ചാൽ അത്രയും വലിപ്പമുള്ള ചെറിയൊരു ജീവി, ലിറ്റിൽ ഡ്രാഗൺ. ഈ 2 പേരും കൂടി ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു. ഒന്ന് വലിയൊരു മൃഗം, ഒന്നൊരു കുഞ്ഞു മൃഗം. 2 പേരും ടൂർ പോകാൻ തീരുമാനിച്ചു. അവർ യാത്ര തിരിച്ചു. വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. സത്യത്തിൽ യാത്ര ചെയ്തത് പാണ്ടയാണ്. ഡ്രാഗൺ ഈ പാണ്ടയുടെ പുറത്തായിരുന്നു. ചെവിക്കിടയിലോ രോമങ്ങൾക്കിടയിലോ എവിടെയെങ്കിലുമൊക്കെ അള്ളിപ്പിടിച്ചിരിക്കും, ആരും കാണത്തില്ല. ഇങ്ങനെയായിരുന്നു ഇവരുടെ യാത്ര. പക്ഷേ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, ചെവിയുടെ അവിടെ നിന്ന് വർത്താനം പറയും, തിരിച്ചു പറയും. വളരെ സന്തോഷമായിരുന്നു. ടൂറൊക്കെ നടത്തി പോയി നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു, ഹില്ലി പ്ലേസസ് കണ്ടു, വാലി താഴ്വരകൾ കണ്ടു, നദികൾ കണ്ടു, എല്ലാം കണ്ടു. വളരെ സന്തോഷത്തോടെ ഇവർ മടങ്ങി വന്നു. പിരിയാൻ പോവുക, ടൂർ കഴിഞ്ഞ് പിക്നിക് ഒക്കെ കഴിഞ്ഞ് ഇവർ പിരിയാൻ പോവുക. പിരിയാൻ നേരം ഈ വലിയ മൃഗം എന്ന് പറഞ്ഞാൽ ബിഗ് പാണ്ട ഈ ലിറ്റിൽ ഡ്രാഗനോട് ഒരു ചോദ്യം ചോദിച്ചു: നമ്മൾ പോയി കണ്ട സ്ഥലങ്ങളാണോ, നമ്മുടെ യാത്രയാണോ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? യാത്രയാണോ സ്ഥലങ്ങളാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അതിനകത്ത് അർത്ഥം ഇത്രയേ ഉള്ളൂ: യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, അതോ നമ്മൾ കണ്ട സ്ഥലങ്ങളാണോ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ലിറ്റിൽ ഡ്രാഗൺ ഒരു മറുപടിയും കൊടുത്തില്ല, മൗനമായിരുന്നു. ഈ പാണ്ട വീണ്ടും നിർബന്ധിച്ചു: നീ പറ, പിരിയാൻ പോവുകയല്ലേ, ഇനി നമ്മൾ കാണുമോന്ന് പോലും അറിയത്തില്ല. നമ്മുടെ യാത്രയിൽ ചെയ്ത യാത്രയാണോ കണ്ട സ്ഥലങ്ങളാണോ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഈ വലിയ മൃഗം ഈ കുഞ്ഞു മൃഗത്തെ ഒത്തിരി ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഈ കുഞ്ഞു മൃഗം ആ വലിയ മൃഗത്തിന്റെ പുറത്തേക്ക് ചാടിക്കേറി ആ ചെവിക്കകത്തേക്കൊന്ന് നൂഴ്ന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പൊട്ടുന്ന ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: യാത്രയെക്കാളും പോയി കണ്ട സ്ഥലത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ടത്
നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വലിയ മൃഗത്തിന് അത് പിടികിട്ടിയില്ല. പാണ്ഡ ചോദിച്ചു, ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണോ നമ്മുടെ ടൂറിന്റെ സന്തോഷം? എത്ര നല്ല സ്ഥലങ്ങൾ കണ്ടു. ആ ലിറ്റിൽ ഡ്രാഗൺ ഒന്നുകൂടി ഈ ബിഗ് പാണ്ഡയോട് പറഞ്ഞു, നമ്മൾ പോയ വഴിക്ക് ആ വലിയ താഴ്വര കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാനിവിടെ തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആ താഴ്വര ഞാൻ തരണം ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ നിന്റെ ദേഹത്ത് ഞാൻ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് ആ താഴ്വരയുടെ വൈഷമ്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പർവ്വതം ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ പേടിച്ചു പോയി. ഞാൻ എങ്ങനെ ഈ പർവ്വതം കയറും? ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ ആ പർവ്വതം കയറത്തില്ലായിരുന്നു. എവിടെങ്കിലും തട്ടിയോ താഴെ വീണോ ഞാൻ ഇല്ലാതായി പോയേനെ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചതല്ലാതെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പർവ്വതം കയറിയ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞില്ല. വീണ്ടും ഈ ലിറ്റിൽ ഡ്രാഗൺ ഈ പാണ്ഡയോട് പറയുകയാണ്, നമ്മൾ പോയപ്പോൾ ഓർക്കുന്നില്ലേ, വലിയൊരു മൃഗം നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി വന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ പേടിച്ചു പോയി. ഞാൻ നിന്റെ ആ ചെവിക്കടയിലേക്ക് അങ്ങോട്ട് പതുങ്ങിയിരുന്നു. ആ വലിയ മൃഗം എന്നെ കണ്ടില്ല. പക്ഷെ നീ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ വന്നതുപോലെ മടങ്ങിപ്പോയി. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ കൊണ്ട് തീരുമായിരുന്നു. ഇങ്ങനെ വലിയ ഒരു ലിസ്റ്റ് ഈ ലിറ്റിൽ ഡ്രാഗൺ ഈ ബിഗ് പാണ്ഡയുടെ മുന്നിൽ നിരത്തി വെച്ചിട്ട് പറഞ്ഞു, യാത്രയെക്കാളും പോയി കണ്ട സ്ഥലത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു നദി നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നദി നമ്മളെ ഒഴുക്കിക്കൊണ്ടു പോകുമെന്ന്. പക്ഷേ നിന്റെ പുറത്ത് ഞാൻ മുറുകെ പിടിച്ചിരുന്നു. നീ ആ നദിക്കിടയിൽ കൂടി നടന്ന് അതിനെ ക്രോസ് ചെയ്തു. ചെറിയൊരു ഭയം പോലും എനിക്കുണ്ടായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, നീ കൂടെ ഉണ്ടതുകൊണ്ട് പെരുവെള്ളത്തെയും ഞാൻ ഓവർകം ചെയ്തു. ഒരു കോമിക് സ്റ്റോറിയായി ഇന്ന് രാത്രിയിൽ ഈ കഥ ഒരു കഥയായി നമുക്ക് തോന്നിയാലും ഒരു കഥ തന്നെയായിരിക്കും. പക്ഷെ ആ കോമിക് സ്റ്റോറിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ ആശയം, ഇന്ന് രാത്രിയിൽ നമ്മുടെ ബലം അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ബൈബിളിലെ മനോഹര വാക്യങ്ങളിലെ നിന്നാൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ശബല റമന പ്രൗഢമനവ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അടുത്ത വാചകം, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരും, ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും തളർന്നു പോകാതെ ഓടുവാനും. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എവിടെയോ തട്ടി വീണേനെ, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എവിടെയോ ഒരു ഓർമ്മയായി മാറിയേനെ, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചരിത്രത്തിൽ ഒരു രേഖയായി നമ്മൾ അവസാനിപ്പിച്ചേനെ. എന്നാൽ ഇന്ന് രാത്രിയിലും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഇവിടെ വന്നിരുന്ന രണ്ട് സ്തോത്രം പറയത്തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കിയ കർത്താവിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ അല്പസമയം എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവാത്മാവിന്റെ രാത്രി സംസാരിക്കുന്നു. ഇന്നും നടത്തിയവൻ നാളെയും നടത്താൻ മതിയായ ദൈവമാ. ഇന്ന് കൂടെ നിന്നവൻ നാളെയും പരിപാലിക്കാൻ മതിയായ ദൈവമാ. ഇന്ന് കരം പിടിച്ച് നിർത്തിയിരിക്കുന്നവൻ നാളെയും കരം പിടിക്കുവാൻ മതിയായ ദൈവമാണ്. യേശുക്രിസ്തു താൻ തെരഞ്ഞെടുത്തവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഉറപ്പ് എന്താണെന്നറിയാമോ? രോഗങ്ങളെ സൗഖ്യമാക്കാമെന്നല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്നല്ല, ആവശ്യങ്ങൾ നടത്താമെന്നല്ല. താൻ തെരഞ്ഞെടുത്തവർക്ക് യേശു കൊടുത്ത ഏറ്റവും വലിയ ഉറപ്പ് തന്റെ സഹിത്വത്തിന്റെ ഉറപ്പാ. എന്താ? ഞാൻ കൂടെ കാണും. അതെന്ന് വരെ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും ഗ്യാരണ്ടി പറയാൻ കഴിയാത്തതിനപ്പുറം ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ആർക്ക് ഈ ഗ്യാരണ്ടി തരാൻ പറ്റും? ആർക്ക് ഈ ഗ്യാരണ്ടി തരാൻ പറ്റും? നമ്മുടെ കൂടെ പാർക്കുന്നവർ അതാരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അന്യോന്യം വേദനിപ്പിച്ച് കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആരെങ്കിലും പോകും. നമ്മൾ ഇവിടെ പ്രതീക്ഷ അർപ്പിച്ച് എത്രയോ പേർ നമ്മളെ കൈവിട്ട് കളഞ്ഞതാ, എത്രയോ പേർ മറന്നു കളഞ്ഞതാ, കണ്ടില്ലെന്ന് നടിച്ചതല്ലേ. ഈ ലോകത്തിന്റെ ഒരു സിസ്റ്റം അതല്ലേ പ്രിയമുള്ളവരെ.
എന്നാൽ ആർക്കും പറയാൻ കഴിയുന്നതിലപ്പുറം ഒരു സഹിത്വത്തിന്റെ ഗ്യാരണ്ടി നമുക്ക് തന്ന ഒരുവനേ ഉള്ളൂ. അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അല്പസമയം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. ഇതൊരു കേവലം ഒരു പ്രസംഗ യോഗമല്ല, ഇതൊരു ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഉള്ളതുപോലെ അറിയുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരിവിടെ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവന്റെ സന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരു കൂട്ടത്തെ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നു. ഞാൻ അതുകൊണ്ട് എപ്പോഴും എല്ലാ വേദികളിലും ആവർത്തിക്കുന്ന ഒരു വാചകം ഇവിടെ ആവർത്തിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഒരു യോഗവും വെറുതെയല്ല. ഒരു യോഗവും വെറുതെയല്ല. നമ്മുടെ വിചാരം ഇന്നൊരു മീറ്റിംഗ് ഉണ്ടാ പോയേക്കാം, വെറുതെ വീട്ടിൽ ഇരിക്കുന്നത് നല്ലതാ. അല്ല. സഭായോഗം ക്ഷീണമാ എങ്കിലും ഒന്ന് പോയേക്കാം. അല്ല, ഒരു യോഗവും വെറുതെയല്ല. ഒരു കൂടിവരവും വെറുതെയല്ല. ഒരു ഫാസ്റ്റിംഗ് പ്രയറും വെറുതെയല്ല. ഒരു സൺഡേ സർവീസും വെറുതെയല്ല. ഞാനത് മനസ്സിലാക്കിയത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് മനസ്സിലാക്കാനുണ്ടായ കാര്യം, കോട്ടയത്തിനടുത്ത് കളത്തിപ്പടി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമുണ്ട്. KK റോഡിലാണ്, കോട്ടയം കുമളി റോഡിലാണ് ഈ ജംഗ്ഷൻ. അവിടെ എൻ്റെ പിതാവ് ഒരു കൺവെൻഷൻ ഒരു പാസ്റ്ററാണെന്ന് ദേവദാസൻ ഓർപ്പിച്ചു. ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിലൂടെ വാഹനം ഓടിക്കാൻ വേണ്ടി കടന്നുപോയി. വാഹനം ഓടിക്കുവാൻ വേണ്ടി 30 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ്. വാഹനം ഓടിക്കുവാൻ വേണ്ടി കടന്നുപോയി. ഇപ്പൊ ഈ കൺവെൻഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. റോഡ് സൈഡ്, നമ്മുടെ നാട്ടിൽ റോഡ് സൈഡ് അപ്പുറമുള്ള ഒരു ഗ്രൗണ്ടിന്റെ ഒരു സ്റ്റേജ് കെട്ടി ഒരു സുവിശേഷ മഹായോഗം, ഒരു കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പാട്ടുകാർ ഗാന ശുശ്രൂഷ നടത്തുക, ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. വർത്താനം പറയുന്നത് ആർക്കും കേൾക്കത്തില്ല, കാരണം നല്ല ഫുൾ വോളിയത്തിൽ ഈ സൗണ്ട് സിസ്റ്റം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരെയും കാതിങ്ങനെ മുഴങ്ങി ആ പാട്ടിന്റെ ശബ്ദങ്ങൾ കേൾക്കുക. ഞാനിങ്ങനെ ആ സ്റ്റേജിനടുത്ത് അദ്ദേഹത്തിനടുത്ത് നിൽക്കുമ്പോൾ കോട്ടയം കുമളി റോഡ്, KK റോഡ്, അതിന്റെ അപ്പുറത്തു നിന്ന് ഒരു മനുഷ്യൻ ചാടി റോഡിലേക്ക് ഇറങ്ങി. വളരെ തിരക്കുള്ള റോഡാണ്, ബസ്സുകളും കാറുകളും ചീറിപ്പായുന്ന റോഡാണ്. ഇടവും വലവും ഈ മനുഷ്യൻ നോക്കുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം ചാടി ഇറങ്ങുന്നത്. കാരണം ആരായാലും ശ്രദ്ധിച്ചു പോകും, അപ്പുറത്തുനിന്ന് ചാടി റോഡിലോട്ട് കയറുക. പക്ഷെ അദ്ദേഹം ഇടവും വലവും മൈൻഡ് ചെയ്തില്ല. വാഹനങ്ങൾ ഹോണടിക്കുന്നു, ബ്രേക്ക് ഔട്ടുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ റോഡ് ക്രോസ് ചെയ്തു. വാഹനം ഇടിക്കാമായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്തു. റോഡ് ക്രോസ് ചെയ്ത ഈ മനുഷ്യൻ ഓടി സ്റ്റേജിലോട്ട് വരിക. അപ്പോൾ പലരും അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം ഓടി ഇങ്ങോട്ട് വന്ന് ഒരു കയ്യിലെയും ഒരു ഷർട്ടും ഒരു ചെക്ക് ഷർട്ടുമാണ് അദ്ദേഹം. ഞാൻ ഇപ്പോഴും ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. ആ സ്റ്റേജിന്റെ അരികിലേക്ക്, എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ തന്റെ കാലിൽ പെരുവരളിൽ ഒന്ന് കുത്തി അങ്ങോട്ട് പൊങ്ങിയിട്ട് എൻ്റെ പിതാവിന്റെ ചെവിയോട് ചേർന്ന ഒരു അലറിയ അലർച്ച ഇന്നും എൻ്റെ മനസ്സിൽ അതുപോലെ നിൽപ്പുണ്ട്. അദ്ദേഹം അലറി ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? പാസ്റ്ററെ, 3 പേരെ കൊന്ന കൊലക്കേസ് പ്രതിയാ ഞാൻ. 3 പേരെ കൊന്ന കൊലക്കേസ് പ്രതിയാ. ഒരു തെളിവ് ഞാൻ അവശേഷിപ്പിച്ചില്ല. അതുകൊണ്ട് സകല കോടതികളും എന്നെ വെറുതെ വിട്ടു. അടുത്ത ചോദ്യം, പാസ്റ്റർ പ്രസംഗിച്ച യേശു എന്റെ പാപം ക്ഷമിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ചോദിച്ച ചോദ്യം നോക്കിയേ, പാസ്റ്റർ പ്രസംഗിച്ച യേശു എന്റെ പാപം ക്ഷമിക്കുമോ? ദൈവവചനത്തിന്റെ ശക്തി വ്യാപിച്ചപ്പോൾ കുറ്റബോധം കൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നവൻ ചാടി ഇറങ്ങി ഓടി വരിക. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാ, ഒരു യോഗവും വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കൂടിവരവും വെറുതെയല്ല. എന്നാൽ ഒരുപക്ഷെ ആ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയായിരിക്കാം ആ യോഗം സ്വർഗം അവിടെ ക്രമീകരിച്ചത്. അതുപോലെ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ചിലരെ ഊന്നി പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ചിലരെ ലക്ഷ്യമിട്ട് സ്വർഗം ഇവിടെ വന്നിട്ടുണ്ട്. ചിലരെ തേടി സ്വർഗം ഇവിടെ വന്നിട്ടുണ്ട്. ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആ കുഞ്ഞു ഹൃദയം ക്രിസ്തുവിന്റെ മുന്നിൽ ഒന്ന് തുറന്നു കൊടുത്തിട്ട്, കർത്താവേ, ഇന്ന് രാത്രിയിൽ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. അങ്ങന്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടണം. അങ്ങന്റെ ആവശ്യങ്ങളിൽ ഒന്ന് ഇടപെടണം. അങ്ങനോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഒന്ന് ശക്തിപ്പെടുത്തണം. ആഗ്രഹിക്കുന്ന ചിലരെ ബലപ്പെടുത്തുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ താൻ തെരഞ്ഞെടുത്തവർക്ക് യേശു കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമേറിയ ഉറപ്പായിരുന്നു, ഞാൻ നിങ്ങളോട് കൂടെ കാണും. പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടുതൽ ഉറപ്പ് എന്താ വേണ്ടത്?
അതിൽ കൂടുതൽ എന്തോ ഓഫറാ വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടുതൽ ഏത് ഓഫർ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. സൗഖ്യം മാത്രം ഓഫർ ചെയ്താൽ ഒരു രോഗം വന്ന് സൗഖ്യമായില്ലെങ്കിൽ പതറിപ്പോകത്തില്ലേ? എന്നാൽ സൗഖ്യമായില്ലെങ്കിലും എന്റെ കൃപയാൽ ഞാൻ നിന്നെ നടത്തുമെന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ ആ ശക്തിയുടെ വ്യാപാരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിൽ വലുതൊന്ന് പ്രശംസിപ്പാനില്ല. പ്രൈസ് അല്ലാ പൗലോസ് പറഞ്ഞത്, എനിക്ക് പ്രശംസിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ വിദ്യാഭ്യാസത്തെ തള്ളി, തന്റെ കുടുംബ മഹിമയെ തള്ളി, താൻ ചെയ്ത ബിസിനസിനെ തള്ളി, തന്റെ ജ്ഞാനത്തെ തള്ളിയിട്ട് ആ ശ്രേഷ്ഠ മനുഷ്യൻ, ഒരു ഫിലോസഫർ, തിയോളജിയൻ, റൈറ്റർ, പ്രീച്ചർ, ചർച്ച് പ്ലാന്റർ, എന്തു പറഞ്ഞാലും അധികമല്ല, ആ ശ്രേഷ്ഠനായ മനുഷ്യൻ പറയുന്ന ഒരു വാചകം, ആ കാലഘട്ടത്തിലെ സമൂഹം ഏറ്റവും അധികം വെറുത്തിരുന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, എനിക്ക് പ്രശംസിക്കുവാനുണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാനില്ല. ആ കാലഘട്ടത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ടതായിരുന്നു ക്രൂശ് മരണം. സാധാരണ മനുഷ്യനെ ക്രൂശിക്കത്തില്ല. അവർ ബർബാസായിരുന്നു. ബർബാസിന് യേശു ക്രൂശിക്കപ്പെട്ട ബർബാസിന് പകരമാണ്. അപ്പോൾ ക്രിമിനൽസിന് മാത്രം ഇനിയും ഇങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല എന്ന് വിധി എഴുതുന്നവർക്ക് വേണ്ടി മാത്രം വിധിച്ച ക്രൂശ് മരണത്തിലേക്ക് യേശു ചുവട് വെച്ച് പ്രവേശിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ വെറുക്കുന്ന ഒരനുഭവത്തിൽ കൂടി യേശു പോയപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നു, അതിൽ ഞാൻ പ്രശംസിക്കുന്നു. അതിൽ ഞാൻ പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വൈകിയ സമയം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്ന് രണ്ട് ആലോചനകൾ. യേശു ഒരു സഹിത്വത്തിന്റെ ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സഹിത്വത്തിന്റെ ഒരു പ്രതിഫലനം നമ്മളിലും ഉണ്ടാകണം. അതാണ് ഈ ഭാഗത്തിൽ യേശു ഉദ്ദേശിച്ചത്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, അടുത്ത വാചകം, നാൾതോറും, ഡെയിലി, ഓരോ ദിവസവും. ഈ വാക്യം ഞാൻ എടുക്കാൻ ഒരു കാരണമുണ്ട്. മത്തായി സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ സെയിം വാക്യം ഉണ്ടെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ഒരു പദം എക്സ്ട്രാ ഉണ്ട്. അതാണ് ആ പദം ഓരോ ദിവസവും, നാൾതോറും. എന്താ ഇവിടെ നമ്മൾ ആ പദത്തിന്റെ ഒരു പ്രത്യേകത? ഇന്ന് സീസണൽ ആയിട്ടുള്ള ബിലീവേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സീസണൽ ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ആത്മീക ഉണർവും ആരാധനയും യോഗവും ഒക്കെ വളരെ ആവേശമാണ്. പിന്നെ ഒരു കാലഘട്ടത്തിൽ കാണത്തില്ല, പിന്നെ ഒരു അടുത്ത കാലഘട്ടത്തിലേ കാണത്തുള്ളൂ. സീസണൽ ബിലീവേഴ്സ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കോവിഡ് നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ ഒരു വലിയ വിന, അതിന്റെ ആഫ്റ്റർ എഫക്ട് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചത് മനുഷ്യന്റെ സ്പിരിച്വാലിറ്റിയാ, ആത്മീയതയാ ബാധിച്ചത്. എന്താ സംഭവിച്ചെന്നറിയാമോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കോവിഡിന്റെ സമയത്ത് നമ്മളൊക്കെ ആരാധനയെ സംബന്ധിച്ചു സൂമിലും ടിവിയിലും ഒക്കെ നമ്മൾ കണ്ടതെന്ന് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുക. ഇത് കണ്ട് നമ്മൾ ഇരുന്ന് കുറച്ചു നാൾ അങ്ങോട്ട് പോയി. സൂമും ഇതെല്ലാം കഴിഞ്ഞ്, കോവിഡും ഒക്കെ കഴിഞ്ഞ് സഭായോഗത്തിനും ഹോളിലും യോഗങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോഴും ഇന്ന് കണ്ടോണ്ടിരിക്കുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആരാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഒരു ചലഞ്ചായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുക. കണ്ടോണ്ടിരിക്കുന്നവരും ഒത്തിരിയായി. എന്താ കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട്? നമ്മൾ പറയത്തില്ലേ, പെട്ടെന്ന് നടന്നു പോയും കുഴഞ്ഞു വീണു, കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട്. ഇല്ലാത്ത രോഗങ്ങൾ വന്നു, കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട്. ഹാർട്ടിന് പെട്ടെന്ന് പ്രോബ്ലം, കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട്. ജിമ്മിൽ ഇരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട്. എന്നാൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട് കണ്ടോണ്ടിരിക്കുന്നവർ സഭയിൽ വർദ്ധിച്ചു. ആരാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. കാണുന്നവർ വർദ്ധിച്ചു. എന്താ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇതിലൊക്കെ മുന്നിലിരുന്ന് കൈയടിച്ചു പാടിയൊന്നും ഞാൻ പറയത്തില്ല. കുറച്ചു പേരൊക്കെ കൈയടിച്ച് കാണും, ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എല്ലാം നോക്കിയിരുന്നു. എടി, ഇന്ന് വർഷിപ്പിനാരാ പുതിയ ഒരാൾ അവിടെ നിന്ന് വർഷിപ്പ് ചെയ്യുന്നത്? കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ആരൊക്കെ ഉണ്ട്? മാസ്റ്ററും ഭാര്യയും മോളും മക്കളും അവിടെയൊക്കെ ഉണ്ട്. ഇനി രാവിലെ ചായ പോരാ, ഒരു ചായ കൂടി ഇങ്ങോട്ട് എടുത്ത് എന്തോ നടക്കുക, ആരാധന നടക്കുക. ആരാധനയെ സംബന്ധിക്കുക. ആ ചായക്ക് ഇച്ചിരി മധുരം കൂട്ടും. കാരണം മൈക്കങ്ങ് മ്യൂട്ട് ചെയ്താൽ മതി, പിന്നെ എന്തുകൊണ്ട് നടക്കുമല്ലോ. പിന്നെ ഡ്രസ്സൊന്നും മാറണ്ടായല്ലോ, ഇട്ട ഡ്രസ്സൊക്കെ മതിയല്ലോ, എന്തോ കുഴപ്പം. ആ വീഡിയോ അങ്ങ് മ്യൂട്ട് ചെയ്താൽ പോലെ ആരെങ്കിലും കാണും, നമ്മുടെ പേര് മാത്രം ഇവിടെ ഇങ്ങനെ കാണും. മത്തായിന്നോ ചാക്കൊന്നൊക്കെ ഇങ്ങനെ പേര് കാണും. കണ്ടിരുന്നിട്ട് കോവിഡ് കഴിഞ്ഞിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവർ വർദ്ധിച്ചപ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവിന് പ്രതികരിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, നടക്കുന്ന, ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ആവശ്യമുണ്ട്. ഒരു സമൂഹത്തെ ആവശ്യമുണ്ട്. ഈ യോഗം വെറുതെയല്ല. ചിലരെ ഒന്നുകൂടി ബലപ്പെടുത്തുവാൻ
യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്നവർ വർദ്ധിക്കുക. കൈയടിക്കേണ്ടവർ ഇന്ന് കൈയടിക്കുന്നില്ല, പാടേണ്ടവർ ഇന്ന് പാടുന്നില്ല, വാ തുറന്ന് സ്തുതിക്കേണ്ടവർ ഇന്ന് സ്തുതിക്കുന്നില്ല. ഒരിക്കലായി അഭിഷേകത്തിന്റെ ശക്തി വ്യാപിച്ചവർ ഇന്ന് അത് എവിടെ പോയെന്ന് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ എവിടെയോ ആത്മശക്തി നഷ്ടപ്പെടുത്തി യാന്ത്രികമായി തീർന്നിരിക്കുക. ഞാൻ അതുകൊണ്ട് ഉള്ളു തുറന്ന് ഒന്നുകൂടി പറയാം, നമ്മുടെ യോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതികരണം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ, ആത്മീക സമർപ്പണം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെ യോഗങ്ങൾ കേവലം സോഷ്യൽ ഗ്യാതറിംഗ് മാത്രമായി തീരുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും എത്തിയിരിക്കുക. ഇതൊരു സോഷ്യൽ ഗ്യാതറിംഗ് അല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ അനുഭവിക്കുന്ന ഇടങ്ങളായി തീരും. ഇന്ന് യോഗങ്ങൾ എന്താ? സോഷ്യൽ ഗ്യാതറിംഗ്. വന്നു, കണ്ടു, ചിരിച്ചു, ഹായ് ബൈ, അത് കഴിഞ്ഞൊരു ജ്യൂസ് ഓക്കെ, അല്ലെങ്കിൽ ലഘുഭക്ഷണം, നമുക്ക് പോകാം, തീർന്നില്ലേ? അതാ സോഷ്യൽ ഗ്യാതറിംഗ്. എന്നാൽ ഒരു യോഗം കഴിയുമ്പോൾ നമ്മൾ വന്നത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിന് വേണ്ടി അല്ല. എനിക്ക് ഒരു തൃപ്തി ഉണ്ടായി, എന്റെ ദൈവവുമായി ഒരു ബന്ധമുണ്ടായി, ഒരു ആത്മീക സമർപ്പണം ഉണ്ടായി. ഇന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചു. നിറഞ്ഞ മനസ്സോടെ മടങ്ങുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. സോഷ്യൽ ഗ്യാതറിംഗിന് അനേക വഴികളുണ്ട്, എന്നാൽ ദൈവസന്നിധി അങ്ങനെ ഒരു കൂട്ടമല്ല. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന ഇടങ്ങളായി തീരണം. അഭിഷേകം പ്രാപിച്ചവർ ആ ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കണം. സ്തുതിക്കാൻ കൃപ ലഭിച്ചവർ ശബ്ദമുയർത്തി സ്തുതിക്കണം. കൈയടിക്കുവാൻ കൃപ ലഭിച്ചവർ കരങ്ങളെ തട്ടി ആരാധിക്കണം. അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ചവർ അതിനെ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിച്ച അത്ര ഇന്ന് രാത്രി പ്രസംഗിക്കുവാൻ കഴിയത്തില്ലെങ്കിലും എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്നത്രയും ഞാൻ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിന്റെ എഴുത്തുകാരിൽ ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ ലൂക്കോസ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മറ്റൊരു എഴുത്തുകാരനും ഇല്ലാത്ത ഒരു ടൈറ്റിൽ ലൂക്കോസിനുണ്ട്. ആ ടൈറ്റിൽ എന്താണ്? അദ്ദേഹം ഒരു ഡോക്ടറാണ്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ ലൂക്ക് എന്നാണ് അദ്ദേഹത്തെ ബൈബിൾ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. വൈദ്യനായ ലൂക്കോസ്. ഞാൻ നിങ്ങളോട് പറയാം, മർക്കോസ് വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. മത്തായി നല്ല കഴിവുള്ള ഒരു യഹൂദനായിരുന്നു. അത് കഴിഞ്ഞ് യോഹന്നാൻ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അവരിൽ 3 പേരിൽ നിന്ന് വ്യത്യസ്തനായി മറ്റൊരുവനെ കർത്താവ് വിളിച്ചൊരു സുവിശേഷം എഴുതാൻ വേണ്ടി നിയോഗിച്ചു. അവനൊരു വൈദ്യനായിരുന്നു. ഈ വൈദ്യൻ എഴുതിയതിനകത്ത് സ്പെഷ്യലായിട്ടൊരു പദം ആ വൈദ്യൻ എഴുതി വെച്ചു. മറ്റു 3 പേരും ആ പദം ഒമിറ്റ് ചെയ്തെങ്കിൽ വൈദ്യൻ ഡോക്ടർ എഴുതി, യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഓരോ ദിവസവും അവനോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സത്യം, ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം അന്വേഷിക്കുന്നത് ഹോസ്പിറ്റൽ എവിടെയുണ്ട്. ഹോസ്പിറ്റലിനടുത്തൊരു വീട് കിട്ടിയാന്ന് എല്ലാവരും. ഞാൻ അടുത്ത ദിവസം ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ച് ചോദിക്കുക, ആ ഹോസ്പിറ്റലിനടുത്ത് എവിടെയെങ്കിലും ഇച്ചിരി വീടോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണേ. ഹോസ്പിറ്റലിനടുത്ത്. ചർച്ചല്ല വിഷയം. എന്താ വിഷയം? ചർച്ചല്ല വിഷയം. ഹോസ്പിറ്റലിനടുത്ത്. എന്താ? ഞങ്ങൾ 2 പേരും പ്രായമായി. പ്രൈസ് ദി ലോർഡ്. ഈ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകത്തക്കവണ്ണം അടുത്തെവിടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അടുത്തെവിടെങ്കിലും ഒന്ന് അന്വേഷിക്കണേ. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. ആ മനുഷ്യൻ സ്വാഭാവികമായി പ്രായമുള്ള ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരിനി അന്വേഷിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഹോസ്പിറ്റലിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്ന് മനുഷ്യർ ഏറ്റവും അധികം തിരയുന്നത് ഹോസ്പിറ്റൽ എവിടെ ഉണ്ടെന്നാ, നല്ല ഡോക്ടർ എവിടെ ഉണ്ടെന്നാ, നല്ല ഡോക്ടറെ എങ്ങനെ കാണാമെന്നുള്ളതാ. ഒരു രോഗം വന്നാൽ ഏറ്റവും സ്പെഷ്യലായി ഡോക്ടറെ അന്വേഷിക്കുന്നത്. കാരണം അവിടെ ചെന്ന് നമ്മൾ നിൽക്കുക. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മാരക രോഗങ്ങൾ നിമിത്തം പൊറുതിമുട്ടിയിരിക്കുക. ഈ ഭൂമിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ശരീരമാണ്. ആകാശത്തൂടെ പറക്കുന്ന വിമാനമോ കടലിൽ കൂടി സഞ്ചരിക്കുന്ന കപ്പലോ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലോ ലാപ്ടോപ്പോ ഒന്നുമല്ല. ഇതൊന്നുമല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം. ഇത് ഒരാളുടെ കയ്യിൽ കൊടുത്ത 10 മിനിറ്റ് കൊണ്ട് പുള്ളി അത് റെഡിയാക്കി കൈ തരും. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യമൊന്നുമില്ല. ഒരു കംപ്ലൈന്റ് പറ്റിയാൽ തിരുത്തി തരും. പ്രൈസ് ദി ലോർഡ്. വിമാനം കൈവിട്ട കളി തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അതിലും കോംപ്ലിക്കേറ്റഡാ എന്റെ നിങ്ങളുടെയും ശരീരം. മറന്നു പോകരുത്. തലമുടി നാരിഴ പോലെയുള്ള ഒരു നാഡീവ്യൂഹം, കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന നാഡീവ്യൂഹം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ കൂട്ടിപ്പിണഞ്ഞ് തലമുടി പിന്നുന്നത് പോലെ പിണഞ്ഞുള്ളങ്കാൽ വരെ കിടക്കുക.
ഈ നാഡീവ്യൂഹത്തിൽ ഈ തലമുടിയുടെ വലിപ്പം മാത്രമുള്ള ഒരെണ്ണത്തിന് ചെറിയൊരു സ്ഥാനഭ്രംശം സംഭവിച്ചാൽ ഞാൻ ഇരുന്ന സ്ഥലത്തൊന്നും എഴുന്നേൽക്കത്തില്ല. ഞാൻ അവിടെ ഇരുന്നു പോകും. അതിനപ്പുറം ഒന്നും എനിക്കില്ല. ഞാനൊന്ന് നടക്കണമെന്നെ ബുദ്ധി എനിക്ക് ആലോചന തരുമ്പോൾ ആ ബുദ്ധി പറയുന്ന ആലോചനയ്ക്കനുസരിച്ച് ഒരു വൈദ്യുതി തരംഗം എൻ്റെ ബ്രെയിനിൽ നിന്ന് താഴെ വരെ ചലിക്കും. ആ വൈദ്യുതിയുടെ സ്പാർക്കിങ്ങിലാണ് എൻ്റെ മസിൽ ചലിക്കുന്നത്. അറിയാമല്ലോ, നിങ്ങൾ എല്ലാവർക്കും അതറിയാം, മിക്കവർക്കും അതറിയാം. ഈ നമ്മുടെ ശരീരത്തിൽ സ്പാർക്കിങ്ങിൽ ഉണ്ടാകുന്ന ആ ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ മസിലിനെ തുടിപ്പിക്കുന്നത്, ചാടി എഴുന്നേൽക്കുന്നത്, നടക്കുന്നത്. ഇതിൽ ഒരെണ്ണത്തിന് ഒരു സ്ഥാനഭ്രംശം സംഭവിച്ചാൽ ഇരുന്നിടത്തൊന്നും എഴുന്നേൽക്കത്തില്ല, ഇരിക്കുന്നിടത്തൊന്നും പൊങ്ങത്തില്ല, രാവിലെ കട്ടിലേൽ എഴുന്നേൽക്കത്തില്ല. കഴിഞ്ഞ 60 വർഷമായി, കഴിഞ്ഞ 50 വർഷമായി, കഴിഞ്ഞ 70 വർഷമായി, കഴിഞ്ഞ 40 വർഷമായി, കഴിഞ്ഞ 30 വർഷമായി, കഴിഞ്ഞ 20 വർഷമായി ഇന്ന് രാത്രി ഇവിടെ വന്ന് ഇരിക്കത്തക്കവണ്ണം താങ്ങി നടത്തിയ അവന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ ഡോക്ടർ ലൂക്ക് നമ്മളോട് പറയുന്നു, ഓരോ ദിവസവും അവനെ അന്വേഷിച്ചോളാം. വൈദ്യനായ ലൂക്കോസ് പറയുന്നു, ഓരോ ദിവസവും ഞങ്ങളെ അല്ല അവനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഞങ്ങളെയല്ല സെർച്ച് ചെയ്യേണ്ടത്, ഇതിനപ്പുറം ഒരുവനുണ്ട്. എന്ത് മനോഹരമാണ് ആ ഭാഗം. ഒരു ഡോക്ടർ പറയുക, ഞങ്ങളെയല്ല അവനെ നിങ്ങൾ അന്വേഷിക്കണം. ഇന്ന് അനേകം യേശുവിനെ ആവശ്യമുള്ളവരുണ്ട്. എല്ലാവർക്കും യേശുവിനെ ആവശ്യമാണ്. ആർക്കാ വേണ്ടാത്തത്? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, കാര്യസാധ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ യേശുവിനെ പുറകെ പോവുക. കാര്യസാധ്യം യേശു അതിനെ വിവേചിച്ചിട്ടുണ്ട് ബൈബിളിൽ. എന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി തന്റെ പുറകെ വരുന്നവരെ യേശുവിന് ആവശ്യമില്ല. യേശുവിന് ആവശ്യം ഓരോ ദിവസവും അവനെ അന്വേഷിച്ച് അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിവുള്ള ഒരു കൂട്ടത്തെയാണ് കർത്താവിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെ ഇച്ചൂടി വളരെ വേഗത്തിൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. തകർന്ന് തരിപ്പണമാകുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ. ഇന്ന് ക്രൈസിസ് എന്നുള്ള ഒരു കോമൺ വേർഡായി മാറി. പണ്ട് ക്രൈസിസ് എന്നുള്ളത് നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പദം ക്രൈസിസാണ്. ക്രൈസിസ്, പ്രതിസന്ധി. ആർക്കാ ഇല്ലാത്തത്? ഒന്ന് മാറുമ്പോൾ മറ്റൊരു പ്രതിസന്ധി. ഒരു കോമൺ വേർഡായി ഈ ക്രൈസിസ് എന്നുള്ള പദം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഒരു വല്ലാത്ത കാലഘട്ടം. അങ്ങനെ ഓരോ ദിവസവും സമ്മർദ്ദങ്ങളിൽ മനുഷ്യൻ ഇന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുക. മാരക രോഗങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞു. ജീവിതം മടുത്ത ഒരു തലമുറ നമ്മുടെ മധ്യത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെ ഇല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെയാണ്. ജീവിതം മടുത്തിയ ഒരു തലമുറ ഇന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. തങ്ങളെ തന്നെ മറന്ന് ജീവിക്കുക. മദ്യവും മയക്കുമരുന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഹരമായി മാറിക്കൊണ്ടിരിക്കുക. അവിടെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് ഇന്നത്തെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം നിങ്ങളോട് പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഏറ്റവും അധികം പേടിക്കുന്നത് അവരുടെ മക്കളെയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാ. ഇന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം അവരുടെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. 14, 15, 17 വയസ്സുള്ളവൻ അപ്പന്റെ നേരെ കണ്ണുരുട്ടുമ്പോൾ പേടിക്കുന്ന പിതാക്കന്മാർ. 18 വയസ്സുള്ള പെൺകുട്ടി മാതാവിന്റെ നേരെ നോക്കി പല്ല് ഞെറുങ്ങുമ്പോൾ ഭയപ്പെട്ട് മിണ്ടാതാകുന്ന അമ്മമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി വർദ്ധിച്ചു കൊണ്ടിരിക്കുക. കൈവിടപ്പെട്ടു പോയ ഒരു സമൂഹം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മുടെ മധ്യത്തിൽ ഇന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ യുവതലമുറയെ പിശാച് വല്ലാതെ അമ്മാനമാടുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ കാണുന്ന യുവജനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു പ്രസംഗിക്കുന്ന ഈ പ്രസംഗം കേവലം ഒരു പ്രസംഗമായി ഞാൻ കാണുന്നില്ല. യേശുക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഒരു കൂട്ടത്തെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന ഒരു ഭാഗം കൂടി ഇതുമായി ബന്ധപ്പെടുത്തി ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ പത്രോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാ യേശുവിനെ തള്ളിക്കളഞ്ഞത്? പിടിക്കപ്പെട്ട രാത്രിയിൽ 1 2 3 പ്രാവശ്യം എനിക്ക് അവനെ അറിയത്തു പോലുമില്ല എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് അങ്ങനെ പറയാൻ പാടുള്ള വ്യക്തിയല്ല. കാരണം 3.5 വർഷം പത്രോസ് കൂടെ ജീവിച്ചത് യേശുവിന്റെ കൂടെയാ. ഏറ്റവും അധികം പത്രോസ് സംസാരിച്ചത് യേശുവിനോടാ. എല്ലാ യോഗങ്ങളിലും മുന്നിൽ നിർത്തി ആദരിച്ചത് പത്രോസിനെയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഒരു സ്പോക്സ്മാൻ ആയിരുന്നു പത്രോസ്. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരുന്നു പത്രോസ്. എന്നാൽ യേശു പിടിക്കപ്പെട്ട രാത്രിയിൽ
പത്രോസ് ഏറ്റവും അധികം പറയാൻ ഇഷ്ടപ്പെട്ട വാചകം, അവനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഞാൻ അവനെ അറിയുന്നില്ല എന്നൊരു വാചകമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. ഞാനോ നിങ്ങളോ യേശുവിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അന്ന് രാത്രി കൊണ്ട് ആ ബന്ധം മുറിച്ചു കളഞ്ഞേനെ, ഇനിയും അവനെ വേണ്ട എന്ന് പറഞ്ഞേനെ, ഇനി ഇങ്ങനെ ഒരുത്തനെ ഞാൻ കൂടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞേനെ. എന്നാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ, യേശു ഉയർത്തെഴുന്നേറ്റ അന്ന്, പ്രൈസ് ദി ലോർഡ്, 6 മഹത്വ പ്രത്യക്ഷതകൾ അവൻ നടത്തി. ഉയർത്തെഴുന്നേറ്റ അന്ന് 6 യേശു പ്രത്യക്ഷനായി. കാരണം പലയിടത്ത് പ്രത്യേകം ധൈര്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. കാരണം യേശു കൊല്ലപ്പെട്ടതിന്റെ പേരിൽ തകർന്നു പോയ ഒരു സമൂഹം ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ 6 ഒറ്റ ദിവസം അവൻ പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു സ്ഥലത്തിന്റെ പേരാ തിബരിയാസ് കടൽക്കര. പ്രൈസ് ദി ലോർഡ്. ഇതിനു മുമ്പ് യേശു ആ കടൽക്കരയിൽ പോയിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ഓർപ്പിച്ചു, എന്തിനു വേണ്ടിയാ? ഇവരെ സെലക്ട് ചെയ്യുവാൻ. 2ാം പ്രാവശ്യം യേശു തിബരിയാസ് കടൽക്കരയിൽ പോയത് പിന്മാറിപ്പോയ തന്റെ ശിഷ്യന്മാരുമായി ഒരു എൻകൗണ്ടർ നടത്താൻ വേണ്ടിയാ, സംസാരിക്കാൻ വേണ്ടിയാ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവ ഗുണങ്ങളെ നമ്മൾ ഇന്ന് രാത്രിയിൽ ഓർത്താൽ നമ്മളൊക്കെ എന്തുമാത്രം ഇനി ആത്മീയത്തിൽ വളരാനിരിക്കുന്നു, എന്തുമാത്രം വളരാനിരിക്കുന്നു. 2ാം പ്രാവശ്യം യേശു തിബരിയാസ് കടൽക്കരയിലേക്ക് പോകുമ്പോൾ യേശുവിന്റെ ഉള്ളിലുണ്ടായ ചിന്ത, എന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകരുത്. യേശു തിബരിയാസ് കടൽക്കരയിൽ ചെന്നപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ 3-4 പേരൊക്കെ അവിടെ നിപ്പുണ്ട്, പലരും നിപ്പുണ്ട്. യേശു അന്വേഷിച്ചത് ഒരുവനെ മാത്രമാ, പത്രോസ് എവിടെ, പത്രോസ് എവിടെ, പത്രോസ് എവിടെ. അവൻ മുന്നിൽ വരത്തില്ല എന്നുള്ള ധൈര്യമില്ല. കാരണം അവന് സംഭവിച്ച വീഴ്ചയെന്തെന്ന് അവൻ തിരിച്ചറിഞ്ഞവനാ. അവൻ പുറകോട്ട് മാറി തന്റെ കൂട്ടു സഹോദരങ്ങളുടെ ഇടയിൽ എവിടെയോ അവൻ ഒളിഞ്ഞു നിന്നപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ട് അവന്റെ തല കണ്ടുപിടിച്ചിട്ട് യേശു അവനെ മുൻപോട്ട് ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, മുന്നോട്ട് വാ. പത്രോസിന്റെ ഉള്ളിൽ എന്തെല്ലാം ആശങ്ക ഉണ്ടായി കാണും. ഒറ്റ രാത്രിയിൽ 3 പ്രാവശ്യം അറിയത്തു പോലും ഇല്ലെന്ന് തള്ളിക്കളഞ്ഞവനെ മുഖാമുഖം ഉയർത്തെഴുന്നേറ്റവൻ ആരാ? തേജസ്സിൽ ഉയർത്തവൻ കാണാൻ വന്നിരിക്കുകയാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് അവനെ ഭസ്മമാക്കുവാൻ കഴിവുള്ളവനാ ഇപ്പോൾ അവന്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവൻ ആശങ്കയോടെ പതറി അവിടെ നിന്നെങ്കിലും തന്റെ നേരെ വരുന്ന പത്രോസിനെ പിടിച്ച് തന്റെ അടുത്ത് നിർത്തിയിട്ട് തോളിൽ തട്ടിയിട്ട് 2ാം പ്രാവശ്യം യേശു പത്രോസിനോട് പറഞ്ഞ വാചകം എന്താണ്? പീറ്റർ, ഫോളോ മീ. നീ എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അനുഗമിക്കുക. ഐ നീഡ് യു. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി അതേ ശബ്ദം പരിശുദ്ധാത്മാവിലൂടെ മുഴക്കുക. കുറവുകൾ കാണും, പോരായ്മകൾ കാണും, വീഴ്ചകൾ കാണും, തകർച്ചകൾ കാണും. എന്നാൽ ലോകം നമ്മളെ സ്നേഹിക്കുന്നതിനപ്പുറം നമ്മൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് നമ്മളോട് തന്റെ ശബ്ദം കാതിൽ മന്ത്രിക്കുക. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഐ നീഡ് യു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ അവന് നമ്മളെ ആവശ്യമുണ്ട്. അവന് നമ്മളെ ആവശ്യമുണ്ട്. ഇവിടുത്തെ ഏത് വ്യക്തിക്ക് നമ്മളെ ആവശ്യമുണ്ടെങ്കിലും കാര്യം കഴിയുമ്പോൾ ഇങ്ങനെ വെച്ച് കൈ അവർ ഇങ്ങനെയാക്കി കളയും, ഇങ്ങനെയാക്കി കളയും. ഇങ്ങനെ നോക്കിയവർ ഇങ്ങനെ നോക്കിക്കളയും. അതിലപ്പുറമൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. എന്നാൽ ഇന്ന് രാത്രിയിൽ അവൻ അങ്ങനെ ചെയ്യുന്നവനല്ല. അവനെ കൈവിട്ടിട്ടും കൈവിടാതെ തേടി ചെന്നവൻ, അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടും അവൻ ഓർമ്മ പുതുക്കി മടക്കി ചെന്നവൻ, അവനെ വേണ്ട എന്ന് പറഞ്ഞിട്ടും എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്നവൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അല്പസമയം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുന്ന രാത്രിയാ, ചിലരുടെ പ്രശ്നങ്ങളിൽ അവൻ ഇടപെടുന്ന രാത്രിയാ, ചിലരുടെ വിഷയങ്ങളെ സ്വന്തം ഏറ്റെടുക്കുവാൻ പോയില്ല, തകർന്നിരിക്കുന്ന ചിലരുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ പോയില്ല, ക്ഷീണിച്ചിരിക്കുന്ന ചിലരെ ശക്തീകരിക്കുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചിലരെ തൊടുന്ന സമയമായി തീരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വസ്തുത, അകലം വിട്ട് നടക്കുന്നത് ഇന്നുകൊണ്ട് നിർത്തണം. ഹല്ലേലൂയ. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ക്ലോസ് റിലേഷൻഷിപ്പ്, അതാണ് നമുക്ക്. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാ? നമ്മളൊക്കെ ഞാൻ രസകരമായി ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും യോഗത്തിനൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? തെറ്റിയിരിക്കുന്നത് വിളിക്കാത്ത കല്യാണത്തിന് പോയിരിക്കുന്നവരെ പോലെയാ. ക്രിസ്തലോ വിളിക്കാത്ത കല്യാണത്തിന് പോയിരിക്കുന്ന പ്രത്യേകം എന്താ അറിയാമോ? അങ്ങനെ ആരും കാണരുത്.
എൻ്റെ പേരൊന്നും ആരും ചോദിക്കരുത്, ഇങ്ങനെ ഒതുങ്ങിയൊക്കെ നിന്നേക്കാം, ആരും കാണണ്ട. കാരണം എന്താ ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകും. വിളിക്കാതെ കല്യാണത്തിൽ കയറിയിരിക്കുക, അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇരുന്നത് പണ്ട് കോട്ടയത്തെ കോളേജിൽ പഠിക്കുമ്പോഴേ സൈബാസൊക്കെ വലിയ കാണാം, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ഇച്ചിരി ബിരിയാണി കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ബിരിയാണി കഴിക്കാൻ പൈസ ഒത്തിരി വേണ്ടേ? നമ്മുടെ ഇവിടെ പൈസ ആകെപ്പാടെ കൺസെഷൻ ടിക്കറ്റ് അല്ല, പ്രൈവറ്റ് ബസ് കയറി കിട്ടുന്നത് പൈസല്ല. പിന്നെ അവിടെ ചെന്നിട്ട് വല്ല രാവിലെ ഉച്ചയ്ക്ക് വല്ല ഉണ്ടെങ്കിൽ വൈകിട്ട് ഉച്ച കഴിഞ്ഞാൽ ക്ലാസ്. അപ്പം കഴിക്കാതെ നിൽക്കാം, നമുക്കിത് ബിരിയാണി കഴിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു, നീ ഒന്നും അറിയണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി. അവൻ നേരെ കോട്ടയം ബെസേലിയസ് കോളേജിന് അടുത്തുള്ള ഒരു പള്ളിയുടെ അടുത്തൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് പോയി എന്നെയും വിളിച്ചോണ്ട് ആ കല്യാണത്തിന് കയറി. ഇതുവരെ കഴിക്കാത്ത ബിരിയാണി സുഭിക്ഷമായിട്ട് കഴിച്ചു. കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു അബദ്ധം മനസ്സിലായി. ആകെപ്പാടൊരു പമ്മല്. പരിചയമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ഏത് ബന്ധത്തിലാണ് വന്നത്, ആര് വിളിച്ചിട്ടാണ് വന്നത്, എന്താ ബന്ധം ചോദിച്ചാൽ തീർന്നില്ലേ. പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന ഓരോ കൂസൽ, അതായത് എൻ്റെ ധൈര്യവും വരും. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇതാണെന്ന്. അന്ന് ആ വിളിക്കാത്ത കല്യാണത്തിന് ഇരുന്ന വൈക്ലഭ്യം എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. ഇതുപോലെയാണ് പലരും യോഗങ്ങളിൽ വന്നിരിക്കുന്നത്. ഞാൻ ഉള്ളു തുറന്ന ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് ഇരിക്കുന്നത് പോലെ, ഒരു ബന്ധവുമില്ലാത്ത സ്ഥലത്ത് ഇരിക്കുന്നത് പോലെ ഒന്ന് ഇരുന്നിട്ട് പൊക്കയേക്കാം എന്നുള്ള ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു സമയമായി കാണുന്നു. ഒരു കമ്മ്യൂണിറ്റി ദൈവത്തിന് ആവശ്യമുണ്ട്. ആ കമ്മ്യൂണിറ്റി ഒരുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. നിർവിചാരികതകൾ നമ്മൾ വിട്ടുകളയണം, ഉദാസീനതകൾ നമ്മൾ വിട്ടുകളയണം. ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്നുള്ള മനോഭാവം ദൈവസന്നിധിയിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകാൻ പാടില്ല. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. ഇന്ന് രാത്രി ദൈവസന്നിധി കൊണ്ട് ഇഴുകി പറ്റിച്ചേരുന്ന ഓരോ അനുഭവവും ഓരോ യോഗം കഴിയുമ്പോഴും പറയാൻ നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം കളയുന്നവല്ല. ഞാൻ ഇന്ന് പകൽ ഓർപ്പിച്ചു, ഏതൊരു പാപവും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മൾ ഗൗരവമായി കാണണം സഹോദരങ്ങളെ. ഇന്ന് അനേകർ അകലം വിട്ടു നിൽക്കുമ്പോൾ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തെ കർത്താവിന് ആവശ്യമുണ്ട്. എന്താ ഞാനത് പറയാനുള്ള കാരണം? ഇന്ന് അനിശ്ചിതത്വം കൊണ്ട് നമ്മുടെ ഭൂമി നിറഞ്ഞിരിക്കുക. അനിശ്ചിതത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മനുഷ്യൻ ജീവിതം അടുത്തു കഴിഞ്ഞു. ആത്മഹത്യ എന്നൊരു കോമൺ സംഭവമായി മാറി. ഇവിടെ അങ്ങനെയായിരിക്കും, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാ. ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോഴും ഒരു ഫാമിലി മൊത്തം മക്കളെ കൊന്നിട്ട് മാതാപിതാക്കൾ, അതിന്റെ അവർ മരിച്ചു, എന്തെല്ലാം വാർത്തകളാ ഓരോ ദിവസവും. ഒരു അനിശ്ചിതത്വം കൊണ്ട് ഇന്ന് ഭൂമി നിറഞ്ഞിരിക്കുക. ജീവിതം മടുത്ത മനുഷ്യൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, അടുത്ത സമയത്ത് ഒരു ഡോക്ടർ കൊച്ചിയിൽ ആത്മഹത്യ ചെയ്തു. കൊച്ചിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കി പോണം. ദൈവത്തിന്റെ കരുണയും വിശ്വസ്തയും നമ്മൾ ഒന്നുകൂടി ഓർക്കണം, കരുതൽ. അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ സാലറി 50 lakhs, 50 ലക്ഷം ഒരു ഹോസ്പിറ്റലിൽ നിന്ന്. അത്രയ്ക്ക് എഫിഷ്യന്റ് അദ്ദേഹം അത്രയ്ക്ക് എഫിഷ്യന്റ്. 50 ലക്ഷം ഒരു മാസം സാലറി കിട്ടുന്ന ഒരു മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ചു. നല്ല ജോലി നിൽക്കുക. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഈ ആത്മഹത്യയുടെ കുറിപ്പ് നമ്മുടെ നാട്ടിൽ പറയും. സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ചിലർ എഴുതി വെക്കും, ആരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവർ എഴുതി വെക്കും. പോലീസ് അത് കണ്ടെടുത്ത് വായിച്ചപ്പോൾ പോലീസ് അത്ഭുതപ്പെട്ടു പോയി. എഴുതിയിരിക്കുന്ന വാചകം എന്തറിയാമോ? സർജറി ഒക്കെ ചെയ്യുമ്പോൾ കൈക്കൊരു വിറയൽ ഉണ്ടെന്ന് തോന്നുന്നു. ക്രിസ്തലോ കൈ ഒന്ന് വിറയ്ക്കുന്നു. പലപ്പോഴും അവന് ഫീൽ ചെയ്യുന്നു, എന്റെ കരിയർ ഇനി പഴയതുപോലെ ശോഭിക്കാൻ പറ്റുമെന്നൊരു സംശയം. അടുത്ത വാചകം എന്നറിയാമോ? എന്റെ കരിയർ മോശമായി, ഇനി എനിക്ക് ജീവിക്കണ്ട. നോക്കിക്കേ, ആ മാസം 50 ലക്ഷം രൂപ സാലറി കൈപ്പറ്റിയ ഒരു മനുഷ്യൻ ഒരു മാസം തികയുന്നതിന് മുമ്പ് കരിയർ ക്ഷീണിച്ചു പോയാൽ എന്ത് ചെയ്യും, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരനുഭവം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്ത് വലിയ ഭീകര സംഭവമാ നടമാടുന്നതും ചുറ്റും നടക്കുന്നതും. അനിശ്ചിതത്വം എന്ന് പിടിമുറുക്കിയിരിക്കുക. സമസ്ത മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഉന്നത ബിസിനസ്സുകാർ, ഉന്നത ജോലിക്കാർ, ജ്ഞാനമുള്ളവർ ജീവിതം മടുത്തിരിക്കുക. അനിശ്ചിതത്വത്തിലേക്ക് ഇറങ്ങിപ്പോകും എന്ന് ചിന്ത വന്ന ഒരു മനുഷ്യന്റെ ചരിത്രം നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുണ്ട്. ഞാനൊന്ന് ഓടിച്ചു പറയാം. ആ മനുഷ്യനെ ദൈവം വിളിക്കുന്നത് 75-ാമത്തെ വയസ്സിലാണ്. 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരുവനോട് ഇടപെടുകയാണ്. ദൈവം അവനോട് ഇടപെടുമ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫ്ലറിഷിംഗ് മൂവ്മെന്റ് നിൽക്കുക. ഫ്ലറിഷിംഗ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഒരിക്കലും ക്ഷീണം സംഭവിക്കാത്ത ബിസിനസ്. ആ ബിസിനസ്സിന് മാത്രം ക്ഷീണം സംഭവിക്കത്തില്ല.
അത്രയ്ക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യം സ്വന്തമായിട്ടുണ്ട്. ദേശം മുഴുവൻ പുള്ളിയുടെ പ്രോപ്പർട്ടിയാ. അതുകൊണ്ട് ടാക്സ് കളക്ട് ചെയ്യുവാൻ സൈന്യം പോലെ ആളുകൾ സൈന്യത്തെ നിർത്തിയിരിക്കുക. ടാക്സ് കളക്ട് ചെയ്യാൻ, ടാക്സ് കൊടുക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർ പോയി ഇടിച്ചു മേടിക്കും. അതിനുള്ള ആൾക്കാർ സൈന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ദേശത്തെ പ്രസിദ്ധി നോക്കിയാൽ നമ്പർ 1 ഫാമിലി. ബന്ധുബലം നോക്കിയാൽ മെസൊപ്പൊത്താമിയയിലെ ഊര് മുഴുവൻ തന്റെ സ്വന്തക്കാരും ബന്ധുക്കളുമാണ്. തന്റെ ബിസിനസ്സിന് എന്ന് വരെ, എല്ലാ ബിസിനസ്സും ഒരു കാലഘട്ടം ആയുസെന്ന് ചോദിച്ചാൽ ഭൂമി എന്ന് തീരുന്നു അന്ന് വരെ ഈ ബിസിനസ്സിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. എന്താ ബിസിനസ്? ഉണ്ടാക്കി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക. ഭൂമി തീരുന്നവരെ ആ ബിസിനസ്സിന് ഡിമാൻഡാണ്. ഇതായിരുന്നു സ്വന്തമായ ബിസിനസ്. അപ്പോൾ ഒന്നിനും കുറവില്ല. പണം ഒരു വിഷയമല്ല, ജീവിതം ഒരു വിഷയമല്ല. ആഘോഷിക്കുന്ന 75 വയസ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് സ്വർഗത്തിലെ ദൈവം ഇടപെട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ പിതൃഭവനത്തെയും ചാർച്ചത്വങ്ങളെയും വിട്ട് നീ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, സ്ഥലം കാണിച്ചില്ല, ദേശം കാണിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഇപ്പുറത്ത് ബിസിനസ് സാമ്രാജ്യം, ജോലിക്കാർ സൈന്യത്തെ പോലെ നിൽക്കുന്നു, ഫാക്ടറികളിൽ നിന്ന് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഹോൾസെയിൽ മാർക്കറ്റിലും റീറ്റെയിൽ മാർക്കറ്റിലും പ്രൊഡക്റ്റ് പൊക്കോണ്ടിരിക്കുന്നു. ഒരിക്കലും ക്ഷീണം വരത്തില്ല. ദേശത്ത് തഴച്ച് കൊഴുത്ത ജീവിതം, മാനിക്കപ്പെട്ട ജീവിതം, ദേശത്തൊരു പ്രഭുവിനെ പോലെ ജീവിക്കുന്നു. അന്നേരമാണ് കാതിൽ ഒരു ശബ്ദം മുഴങ്ങിയ, ഇതെല്ലാം ഇട്ടിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങണം. ഞാൻ ആശങ്കയോടെ ചിന്തിച്ച ഒരു ചിന്തയുണ്ട്. ഈ മനുഷ്യൻ ഈ കാണിക്കാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞ് ദൈവം വിരൽ ചൂണ്ടിയപ്പോൾ ആ കയ്യിലും വിരലിലും ഒന്ന് നോക്കി കാണും. ആ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അങ്ങോട്ടാ ചൂണ്ടിയത്? മരുഭൂമി. മരുഭൂമിയിൽ എന്താ ഉള്ളത്? ഉണങ്ങിയ ചുറച്ച് ചുള്ളിക്കമ്പുകളും ഒരു കൂന മണലും, മണൽക്കൂനകളും ചുള്ളിക്കമ്പുകളും. ഇപ്പുറത്ത് എന്താ ഉള്ളത്? സമ്പത്തിന്റെ സമൃദ്ധി നിറയെ നിൽക്കുക. ശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പോലെയാ. മണൽക്കൂനകളും ചുള്ളിക്കമ്പുകളുമുള്ള മരുഭൂമിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇറങ്ങാൻ തന്റെ ദാസനോട് പറഞ്ഞപ്പോൾ സമൃദ്ധിയിൽ നിന്ന് അനിശ്ചിതത്വത്തിലേക്ക്, എല്ലാം ഉള്ളതിൽ നിന്ന് ഒന്നുമില്ലാത്തതിലേക്ക്, ബന്ധുബലത്തിൽ നിന്ന് ഒരു ബലവുമില്ലാത്ത സ്ഥലത്തേക്ക്, കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വട്ടപൂജ്യമായ മരുഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അത് അനിശ്ചിതത്വത്തിലേക്ക് തോന്നാതിരുന്നതിന്റെ കാരണം, ഇറങ്ങാൻ പറഞ്ഞ കൂട്ടത്തിൽ കാതിൽ ഒരു ശബ്ദം കൂടെ മുഴങ്ങി, ഞാൻ നിനക്ക് സർവശക്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൽ ഷദായി എന്നൊരു എബ്രായ പദം കൂടി അവന്റെ കാതിൽ മുഴങ്ങിയപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, ഇതെല്ലാം പോയാലും ആ ശബ്ദത്തിന്റെ, ആ പദത്തിന് ഒരു ശക്തിയുണ്ട്, അതെന്നെ നടത്തും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും തിരിഞ്ഞു നോക്കിയാൽ ഈ ശബ്ദവും ഈ വചനവും അല്ലാതെ നമ്മളെ നടത്തിയ മറ്റൊരു ശക്തിയും ഇല്ലായിരുന്നു. ഏത് പുസ്തകത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വാക്യം ഇങ്ങനെയാ, എന്റെ ആലോചനയാൽ ഞാൻ നിങ്ങളെ നടത്തും. പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് രാത്രി ദൂതറിയിക്കുക, മനസ്സിന്റെ ചിലരോട് ദൂതറിയിക്കുക, ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട് സംസാരിക്കുക. അവന്റെ ആലോചനയാൽ അവൻ നമ്മളെ നടത്തും. ചേർന്നെല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ. ഓ അന്ധകാര ശക്തികളുടെ മേൽ ജയിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ഓ യേശുവിന്റെ നാമത്തിൽ ചില ഭയങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട ധൈര്യം മടക്കി വരട്ടെ. ചില അധൈര്യങ്ങൾ വിട്ടുമാറട്ടെ. ചില ചോദ്യങ്ങളുടെ മുനകൾ മടങ്ങട്ടെ. ക്ഷീണിച്ച അനുഭവങ്ങൾ ദൈവശക്തിയുടെ വ്യാപാരത്താൽ ചിലർ ബലപ്പെടുന്ന സമയമായി തീരട്ടെ. അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, എന്റെ മേലും നിങ്ങളുടെ മേലും ഒരു അംഗീകാരം നൽകിയത് ഒരു സാധാരണ മനുഷ്യനല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കൈവിടപ്പെട്ടേനെ. ഒരു അംഗീകാരം നമുക്ക് നൽകിയത് ഒരു സാധാരണ വ്യക്തിയല്ല. ഒരു അംഗീകാരം നമുക്ക് നൽകിയത് ലോകത്തിന് വിലമതിക്കുവാൻ കഴിയുന്നതിലപ്പുറമുള്ള ദൈവശക്തിയാണ്. നമ്മുടെ ബലമത. ഞാൻ അതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ പോയി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഇപ്പോൾ ഉപസംഹരിക്കുവാനുള്ള സമയത്തിലേക്ക് വന്നിരിക്കുക. അനേക വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവത്തിലേക്കൂടെ ഞാൻ കയറി നിർത്താം. അമേരിക്കയുടെ പ്രസിഡന്റായി മഹാനായ ഒരു വ്യക്തി മത്സരിക്കുന്ന ഒരു സമയം. ഞാൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ വ്യക്തിയെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. മഹാനായ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ലിങ്കൺ. ഏകദേശം 50ഓളം പ്രസിഡന്റുമാർ അമേരിക്ക ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും ദ ഗ്രേറ്റ് എന്നുള്ള പദത്തിൽ അവർ വിശേഷിപ്പിക്കാറില്ല. എന്നാൽ ഈ മനുഷ്യനെ മാത്രമേ അവരങ്ങനെ വിശേഷിപ്പിക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ലിങ്കൺ എന്നായിരുന്നു.
അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയം ഒരു സാധ്യതയും അദ്ദേഹത്തിൽ ആരും കണ്ടില്ല. ഒരു സാധ്യതയും കാണത്തക്കവണ്ണമുള്ള അവിടെ TV ഷോയിൽ കൂടിയാ ഈ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. ഷോയ്ക്കൊക്കെ നിർത്തിയാൽ ഇയാളെ കാണണമെങ്കിൽ എഴുന്നേറ്റ് നോക്കണം. വളരെ ബലഹീനനായ ഒരു മനുഷ്യൻ. അതായത് ഇത്ര ഞാൻ അവിടെ പറഞ്ഞ് നിർത്തുക, അത്രയ്ക്ക് ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയിൽ കണ്ടുള്ളവർക്ക് ക്ഷീണിതനായിരുന്നു, ബലഹീനനായ ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾക്ക് പോലും ഇദ്ദേഹം ജയിക്കുമെന്നുള്ള ചിന്തയില്ലായിരുന്നു. കൂടെ നടക്കുക, പ്രചരണമാ, ഇലക്ഷൻ പ്രചരണമാ, ഇവർ കൂടെ ഉണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം മനസ്സാവും ഇയാൾ ജയിക്കത്തൊന്നില്ല, ചുമ്മാതെ സമയം കളയാം എന്നുള്ള ചിന്തയില്ല. അപ്പോ അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരു ദിവസം ഒരു അടുത്ത കൂട്ടുകാരൻ പറഞ്ഞു, ലിംഗ, നീ പ്രസിഡന്റ് ആയാലേ ഒരു രാത്രി എന്നെയും കൂടി വൈറ്റ് ഹൗസിൽ താമസിപ്പിക്കണം. ഒരു രാത്രി എന്നെയും കൂടി അകത്തുമില്ല, താമസിക്കേണ്ടി വരത്തില്ല വിചാരിച്ച പറയുന്നത്. ഇബ്രാഹിം ലിങ്കൻ ഉടനെ തിരിഞ്ഞ് വാക്ക് കൊടുത്തു, ഒരു ദിവസം നീ എൻ്റെ കൂടെ അവിടെ പാർക്കും. പ്രൈസലോ, ധൈര്യത്തോടെ വാക്ക് കൊടുത്തു. അവരങ്ങ് പോയി, ഇത് മറന്നുപോയി. ഏതായാലും വന്ന ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചു. 16 ഇലക്ഷനുകളെ ഫേസ് ചെയ്ത ആ മനുഷ്യൻ 16ാമത്തെ ഇലക്ഷനിൽ ജയിച്ചു. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. ബാക്കി 15 ഇലക്ഷനിലും അദ്ദേഹം തോറ്റു തുന്നം പാടിയ വ്യക്തിയാണ്. 16ാമത്തെ ഇലക്ഷനിൽ ജയിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ ആ മനുഷ്യൻ ഒരു ദിവസം ഓർത്തു, എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തൊരു വാക്ക് അതങ്ങ് പാലിച്ചേക്കാം. ആളയച്ച് വിളിപ്പിച്ചപ്പോൾ സന്തോഷത്തോടെ ആ സുഹൃത്ത് വന്നു. ഒന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, സാർ, ഞാൻ അന്നൊരു തമാശക്ക് പറഞ്ഞതാ, എനിക്കിവിടെ താമസിക്കണമെന്നൊന്നുമില്ല. എൻ്റെ വീടിനേക്കാൾ, നിനക്കറിയാമല്ലോ, എൻ്റെ വീടിനേക്കാൾ വലുതായി ഇതിന്റെ ഒരു മുറി. ക്രൈസ്തലോ, അതുകൊണ്ട് എനിക്ക് പേടിയാ സത്യത്തിൽ ഇവിടെ കിടക്കാൻ. അതുകൊണ്ട് ഓർത്തതിന് നന്ദി, ഞാനങ്ങ് പോയേക്കാം. പ്രസിഡന്റ് പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഞാൻ പ്രസിഡന്റാണ്, പ്രസിഡന്റിന്റെ വാക്കാണ്, ഞാനാണ് നിന്നെ വിളിപ്പിച്ചത്. ഇന്ന് നിന്നെ താമസിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നീ പോയാൽ എനിക്ക് ക്ഷീണമാണ്, താമസിച്ചേ പറ്റൂ. അവൻ ആകെപ്പാടെ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് കണ്ടിട്ട് പ്രസിഡന്റ് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, ഈ മുറി എൻ്റെ മുറിയാണെങ്കിൽ തൊട്ടടുത്ത മുറി നിന്റെ മുറിയായിരിക്കും. ഇന്ന് രാത്രി ഞാൻ പ്രോട്ടോകോളിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഡോറ് ക്ലോസ് ചെയ്യത്തില്ല, തുറന്നിട്ടിരിക്കാം, നീ അവിടെ കിടന്നോ. എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഓടി എൻ്റെ മുറിയിലേക്ക് വന്നേക്ക്. പ്രസിഡന്റ് ആണെന്ന് ഓർക്കണ്ട, നിന്റെ ഫ്രണ്ട് ആണെന്ന് ഓർത്ത് മുറിയിലേക്ക് വന്നാക്കാൻ പറഞ്ഞ് കിടന്നു. ഉറക്കമൊന്നും വന്നില്ല. അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു മയക്കം വന്നു. ഈ മയങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അലർച്ചയും ഒരു കാറിച്ചയും ഒരു കരച്ചിലും, ഒരു നിലവിളിയുടെ ഒച്ചയൊക്കെ. ഒന്നാമത്തെ ഉറക്കം വരാടൊക്കെ അതിലൂടെ ഈ കാറിച്ചയും ഞാൻ പേടിച്ചു പോയി. പ്രസിഡന്റിന്റെ മുറിയിൽ ആരെങ്കിലും പ്രവേശിച്ചു വല്ലതും ചെയ്തോ എന്താണെന്ന് അറിയത്തില്ല. വിപ്രാളം കൊണ്ട് കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി പ്രസിഡന്റ് മുറിയിലോട്ട് കയറാൻ, ആ മുറിയിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത്. ഒന്ന് നിന്നിട്ട് ആ ജനലിലൂടെ അകത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, നിലത്തൊരു പാവിരിച്ചിട്ട് മുട്ടിൽ മേലിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് വേദപുസ്തകം മുന്നിൽ തുറന്നു വെച്ചിരിക്കുക. കൈയും തലയും എല്ലാം ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അലറിക്കരയുന്ന കാഴ്ചയാ. കരച്ചിൽ അന്നേരം ശ്രദ്ധിച്ചത്, ദൈവമേ, ഈ രാജ്യത്തെ നയിപ്പാൻ എനിക്ക് കഴിവില്ല, എനിക്ക് മിടുക്കില്ല, ഒരു ശ്രേഷ്ഠതയും ഇല്ല. ഈ സ്ഥാനത്ത് നീ എന്നെ കൊണ്ടുവന്നുവെങ്കിൽ ഈ രാജ്യത്തെ നയിപ്പാനുള്ള കൃപയും ജ്ഞാനവും കൂടി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അലറി കരയുക. നിർനിമേഷനായി നോക്കി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇങ്ങനെ വാവിട്ട് കരയുന്നു. നോക്കിയപ്പോൾ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം, വേദപുസ്തകം. ആ പുസ്തകത്തിലേക്ക് ഈ മനുഷ്യന്റെ തല തിരിഞ്ഞു, പ്രസിഡന്റിന്റെ തല തിരിഞ്ഞു. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം വേദപുസ്തകത്തിലേക്ക് കണ്ണ് തുറന്നു നോക്കി വായിക്കുക. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന് വാഷിംഗ്ടൺ DC ലൈബ്രറിയിൽ ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകത്തിന്റെ പേരാ വേദപുസ്തകം. വേദപുസ്തകത്തിൽ പ്രസിഡന്റ് ലിങ്കന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം സങ്കീർത്തനമായിരുന്നു ഏറ്റവും ഇഷ്ടം. സങ്കീർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനം 34-ാം സങ്കീർത്തനമായിരുന്നു. 34-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വാചകം 5-ാം വാക്യമായിരുന്നു. എബ്രഹാം ലിങ്കന്റെ ബൈബിളിൽ 5-ാം വാക്യമില്ല, മാഞ്ഞുപോയി. അദ്ദേഹം 1 മുതൽ ഇങ്ങോട്ട് വായിച്ച്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ മേലിരിക്കും. ഇങ്ങനെ നോക്കി വായിച്ചിട്ട് 5-ാം വാക്യം വരുമ്പോൾ ഈ വിരൽ ആ വാക്യത്തിൽ ഊന്നിയിട്ട് ഇങ്ങനെ ചലിപ്പിക്കും. നമ്മുടെ വിരലിനൊരു അരമുണ്ട്, സ്ഥിരം അതൊരു പേപ്പറിൽ ഉരസിയാൽ എടുത്തു മാഞ്ഞു പോകും. അത്രയ്ക്ക് ശക്തി നമ്മുടെ വിരലാണ്. ഈ വിരൽ തേയത്തില്ലല്ലോ, കാലിന്റെ പത്തിയും കൈയുടെ പത്തിയും തേയത്തില്ല. ബാക്കി ഏത് ഭാഗമാണെങ്കിലും ഒരഞ്ഞാൽ മുറിവുകൾ സംഭവിക്കും, ഇതിനത് സംഭവിക്കത്തില്ല. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നും രാത്രിയിൽ പല പ്രാവശ്യം കണ്ണുനീർത്തുള്ളികളുടെ അകമ്പടിയോടെ തന്റെ ചുണ്ടുവിരൽ ഈ വാക്യത്തിൽ ഉരസിയത് കൊണ്ട് ആ വാക്യം ആ ബൈബിളിൽ ഇല്ല. ആ വാക്യം വരുമ്പോൾ വീണ്ടും മുകളിലേക്ക് കണ്ണുകളെ ഉയർത്തി ആ മനുഷ്യൻ ഇങ്ങനെ അലറി പറയും, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ
ലജ്ജിച്ചു പോയില്ല. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് 2014 15 തോന്നുന്നു അമേരിക്കയിലെ ഇല്ലിനോയ് സ്റ്റേറ്റിൽ കൂടി കാറിൽ സഞ്ചരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അവിടെയൊക്കെ ഇവിടെയുമുണ്ട്. ഇവിടെ ഞാൻ പലതും കണ്ടു. ഇഷ്ടമുള്ള ഒരു പേര് നമ്പർ പ്ലേറ്റ് എഴുതാം. ഇഷ്ടമുള്ള ഒരു പേര് നമ്പർ പ്ലേറ്റിന് മുകളിൽ. അവിടെ പക്ഷെ നമ്പർ വേണം. ഇവിടെ അതും വേണ്ട. മൊത്തം നമ്മുടെ തന്നെ പേരോ എന്തെങ്കിലും ആക്കാം. അവിടെ മുകളിൽ ഇങ്ങനെ എഴുതാം. 1800കളുടെ അവസാനം 1860 എങ്ങാണ്ട് മരിച്ചുപോയി ആ മനുഷ്യൻ. 2015 15 16 ഞാൻ പോയ ആ ഒരു സ്റ്റേറ്റിലെ വാഹനങ്ങളുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്ഥലം അതായിരുന്നു. നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ ആവേശത്തോടെ അമേരിക്കക്കാർ എഴുതി വെച്ചിട്ടുണ്ട്, ദ ലാൻഡ് ഓഫ് ലിങ്കൺ, ലാൻഡ് ഓഫ് ലിങ്കൺ. അവർ അഭിമാനത്തോടെ ആ പേരൊന്നും ഓർക്കുക. ഞാനൊരു കാര്യം ദൈവമക്കളോട് തുറന്നു പറയാം. വെടിയേറ്റ് മരിക്കുകയായിരുന്നു, പക്ഷേ ആ പേരൊന്നും നിലനിൽക്കുക. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ എങ്ങനെ നിലനിർത്തണമെന്ന് അറിയാവുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ എങ്ങനെ പരിപാലിക്കണമെന്ന് അറിയാവുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ എങ്ങനെ ലജ്ജിച്ചു പോകാതെ നടത്തണം എന്നറിയാവുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പ്രിയമുള്ളവരോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങി വരവനായി നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ 100% ഗ്യാരണ്ടിയോടെ, ഇന്നെങ്ങും 100% ഗ്യാരണ്ടി കിട്ടത്തില്ല. ആരും ഒന്നിനും 100% ഗ്യാരണ്ടി തരത്തില്ല. എന്നാൽ 100% ഗ്യാരണ്ടിയോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അവന്റെ അടുക്കലേക്ക് വന്നവരാരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഈ യോഗം കേവലം ഒരു യോഗമല്ല. സ്വർഗം നമ്മളോട് അടുത്തു വരുന്നു, നമ്മളും അടുത്തു വരേണ്ടുന്ന സമയമാണ്. ഞാൻ അതുകൊണ്ടൊന്നും കൂടി പറയാം, ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും എന്തു തന്നെയാണെങ്കിലും, വെല്ലുവിളികൾ എന്തു തന്നെയാണെങ്കിലും, ആ മുഖത്തിന്റെ ഭാരമുള്ള വശം നമ്മുടെ തോളിലല്ല, അത് ചുമപ്പാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ തളർന്നു പോകാതെ നിന്നത്? ഒഴുക്കിക്കളയുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ എന്താ ക്ഷീണിച്ചു പോകാതെ ഇത്രയും വന്നത്? ഇന്ന് രാത്രി ഇവിടെ വന്നിരുന്ന് സ്തോത്രം പറയാൻ പറ്റുന്നവരാണോ? അല്ല. എന്താ വന്നത്? ആ ഭാരമുള്ളത് അവന്റെ തോളിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭാരമുള്ളത് അവന്റെ തോളിൽ വെച്ചിട്ട്, ഭാരം കുറഞ്ഞത് നമ്മുടെ തോളിൽ വെച്ചിട്ട് കൂടെ നമ്മുടെ പുറത്തുനിന്ന് തടവി നമ്മളെ നടത്തി ഇന്ന് വരെ കൊണ്ടുവന്ന കർത്താവിന്റെ വിശ്വസ്തത ഓർക്കുമ്പോ ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതരങ്ങളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി നാവിനെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ശബല രമന പ്രൗഢമനവ അതരങ്ങളൊന്ന് ചലിക്കട്ടെ. ദൈവശക്തിയുടെ ഒരു പ്രദർശന വസ്തുവായി ഇന്ന് രാത്രി സ്വർഗം നമ്മളെ തീർക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്റെ 2 കാലിന്റെയും ബലം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. വീൽ ചെയറിലും സ്ട്രക്ചറിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അധികമൊന്നും ആയിട്ടില്ല. ഇന്നേക്ക് ഒരു 8-9 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം. 10 വർഷമായിട്ടില്ല. എന്റെ കാലിന്റെ കുഞ്ഞ് ഞരമ്പിന്റെ വരെ എന്ന് പറഞ്ഞാൽ ആ ചെറിയ വിരലുണ്ടല്ലോ, അതുവരെ ഡെഡായി പോയൊരു വ്യക്തിയാണ്. വീൽ ചെയറിലും സ്ട്രക്ചറിലും ഞാൻ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. 6 മണിക്കൂർ നീണ്ട ഒരു സർജറിയാണ് ഡോക്ടർ എനിക്ക് വിധിച്ചത്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. സർജറിയിലുള്ള സന്തോഷമല്ല, ഇത് കഴിഞ്ഞാൽ എനിക്ക് നടക്കാമല്ലോ, പണ്ടത്തെ പോലെ നടക്കാമല്ലോ, അതെനിക്കൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് സർജറി ഒക്കെ പോട്ടെ, നടക്കട്ടെന്നൊക്കെ ഞാൻ വെച്ചു. മടിയൊന്നും കാണിച്ചില്ല, കാരണം എനിക്ക് നടക്കണം. ഞാൻ കിടക്കുക 4 ആഴ്ചയധികമായിട്ട് സ്ട്രക്ചറിൽ വീൽ ചെയറിൽ കട്ടിലേലുവാ. കാല് രണ്ടും ആടിപ്പോയി, ബലമില്ലാതെയായി പോയി. എന്നാൽ ഞാൻ സർജറിയുടെ തലേ ദിവസം എന്നെ കാണാൻ വന്ന ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നാളെ ഞാൻ സർജറി ഒക്കെ നടത്താം, കുഴപ്പമില്ല, നടത്തും, സമയമെടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ഉടനെ ഒന്നും നടക്കാമെന്ന് വിചാരിക്കരുത്. നടക്കണമെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണം. അതുപോലെ എന്റെ കംപ്ലീറ്റ് നാഡീവ്യൂഹങ്ങൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഡെഡായിരുന്നു, ബലം നഷ്ടപ്പെട്ടിരുന്നു, ഒന്നും അറിയത്തില്ലായിരുന്നു. എന്തുമാത്രം ഞാൻ മാനസികമായി ഭാരപ്പെട്ടു. എന്നാൽ ഡോക്ടർ 6 മാസം മുതൽ 1 വർഷം വരെ പറഞ്ഞ സ്ഥാനത്ത് 3 മാസം കൊണ്ട് കർത്താവിനെ സൗഖ്യമാക്കി. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു വാചകം ദൈവമക്കളോട് പറയാം. ബൈബിളിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം, ഒത്തിരി പല വാക്യങ്ങളിൽ ഒരു വാക്യം, ആ വാക്യം ഒന്ന് ഉരുവിടാൻ പോവുക. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുവരികയും. അടുത്ത വാചകം എന്താ? അടുത്തൊന്ന് പറഞ്ഞേ. ഞാനത് തീർത്തു തരുന്ന ദൈവമാണ്.
ഇവിടെ തീർത്തു തരാമെന്ന് പറയാൻ കഴിവുള്ള ആരുണ്ട്? ഏതെങ്കിലും ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ ഒരു ഡോക്ടറെയും ഡെഫിനിറ്റ് പറയുന്ന ഒരു ഡോക്ടറെയും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കണ്ട ഡോക്ടർമാരൊക്കെ അറിവും ജ്ഞാനവും ഉള്ളത് കൊണ്ട് അവർ പറയും, പോയിട്ട് അടുത്ത മാസം വാ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വാ, ഈ മരുന്നൊന്ന് കഴിച്ചിട്ട് വാ, ഒരു സ്കാനിങ് റിപ്പോർട്ടും കൊണ്ട് വാ എന്ന് പറഞ്ഞ് അവർ നമ്മളെ മടക്കും. ഡെഫിനറ്റ് ആയിട്ട് പറയത്തില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചാൽ അഡ്വക്കേറ്റും പറയുന്ന വാചകം ശ്രമിക്കാമെന്നേ പറയൂ, ഡെഫിനറ്റ് പറയത്തില്ല. ഒരു എഞ്ചിനീയറുടെ കയ്യിൽ ഒരു പ്രൊജക്ട് കൊടുത്തിട്ട് ഇതുപോലെ തീർത്തു തരണമെന്ന് പറഞ്ഞാൽ വിവരമുള്ളത് കൊണ്ട് എഞ്ചിനീയർ പറയും, നോക്കാം, ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളെ വിടും. എന്നാൽ അടുത്ത് ചെന്നവരോടൊക്കെ തീർത്തു തരാമെന്ന് പറഞ്ഞ് ഒരുത്തനേ ഉള്ളൂ. അവനിവിടെ വന്നിട്ടുണ്ട്, അവനിവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തിയുടെ വല്ലഭത്വത്താൽ സ്വർഗം ചിലരെ തൊടുന്ന ഒരു സമയമാണ്. സ്വർഗം ചിലരെ ആശ്വസിപ്പിക്കുന്ന ഒരു സമയമാണ്. സ്വർഗം ചിലർ ഇടപെടുന്ന ഒരു സമയമാണ്. അത് എന്നിലാകട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ചില രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിയാട്ടെ, കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇടമലോ നോക്കണ്ട, ധൈര്യമായിട്ട് കരം ഉയർത്തിപ്പിടിക്കുക. ധൈര്യമായിട്ട് കരമൊന്ന് ഉയർന്നിരിക്കട്ടെ. ദൈവദാസന്മാർ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. കരം ഉയർത്തിയാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കരം നിങ്ങൾ താഴ്ത്തരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം, ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ദാസന്മാരായി ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് ഇന്ന് രാത്രിയിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, മാരക രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവശക്തിയാൽ, അസ്വസ്ഥതകൾ വിടുവിക്കുന്ന ദൈവശക്തിയാൽ ചില ഹാർട്ട് ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില കിഡ്നി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില ലിവർ പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില ഉദര രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില മൈഗ്രെയിനുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ചില അനുഭവങ്ങളുടെ മേൽ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരത്താൽ കൈകളെ തട്ടി എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു സ്വർഗീയ വിടുതലിന്റെ കവിതയ്ക്കിനാണ്. കൈകളെ തട്ടി എന്റെ ഭാഷയെ ആത്മനിറവോടെ എല്ലാ നാമം ചേർന്ന് മൗനമായിരിക്കാതെ അന്യ ഭാഷയിൽ ആത്മനിറവോടെ ദൈവ കൃപയുടെ വ്യാപാരത്താൽ നമ്മൾ സ്പഷ്ടമായി നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമ്മളിവിടെ വന്നിരിക്കുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരിക്കലും വൃഥാവായി പോകുന്നില്ല. ഇന്ന് നമ്മളോട് സംസാരിച്ച വചനം തീർച്ചയായും നമ്മളെ നടത്തുവാൻ ഒരു മൈലേജാണ്. സ്തോത്രം. നമ്മുടെ ഫ്യൂവലാണ്. നമ്മളറിയാം, നമ്മുടെ വാഹനങ്ങൾക്ക് ഫ്യൂവൽ കുറയുമ്പോൾ നമ്മൾ വീണ്ടും ഫ്യൂവല് റീഫിൽ ചെയ്യാറില്ലേ? ഇന്ന് കേട്ട വചനം നമ്മുടെ ഫ്യൂവലാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുമ്പോൾ, നമ്മൾ താണുപോകുന്നു തോന്നുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ തൽക്കാലം ദൈവത്തിലൂടെ കേട്ടതാണ്. ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോയർ പാട്ടുകൾ പാടുന്നതിന് മുമ്പേ ഞാൻ വേഗത്തിൽ പാർശ്വസമത്തിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. മുന്നോട്ട് കടന്നു വന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വേണ്ടി ചെയ്യാം. Praise the Lord. If you were blessed by that word of God. Hallelujah. Word of thanks just very quickly on behalf of Lanarkshire Christian Fellowship and all brothers and sisters who've come here.